ഘട്ടത്തിൽ പൊതുവെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് പോകണം. നമുക്ക് ആ ലീഗ് ഒന്ന് പറഞ്ഞു പോകണം. ശ്രീ പി കെ കൃഷ്ണദാസ്, ജയചന്ദ്രൻ സാറ് വളരെ പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ലീഗ് LDF-നൊപ്പം ചേരുന്നതാണ് BJPക്ക് താല്പര്യം. അവിടെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ BJPയുടെ മുന്നേറ്റത്തിന് അത് കാരണമാവുകയും ചെയ്യും. നമുക്കറിയാം, സമവാക്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഒരു അഞ്ചാം മന്ത്രിസ്ഥാനം ഏത് തരത്തിലാണ് UDF-നെ ബാധിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ക്രിസ്ത്യൻ വോട്ടുകളിലൊക്കെ ഉണ്ടായ ഒരു പോളറൈസേഷനൊക്കെ വലിയ തോതിൽ സംഭവിച്ചതിന് കാരണമൊക്കെയായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ ഒരു ആഗ്രഹത്തിലാണോ BJP ഉള്ളത്? അല്ല, BJPയുടെ രാഷ്ട്രീയം ഇടത് വലത് മുന്നണികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതല്ല. ഇടതു മുന്നണിയിൽ നിന്നാണെങ്കിലും വലതു മുന്നണിയിൽ നിന്നാണെങ്കിലും ഏത് ഘടകകക്ഷിയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവർ BJPയുടെ ആശയധാരയുമായി ഒരുമിച്ച് വരാൻ തയ്യാറാണെങ്കിൽ അവർ BJPക്കൊപ്പം വരുന്ന ഒരു രാഷ്ട്രീയമാണ് BJPയുടെ നിലവിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP എടുക്കുന്ന ഒരു രാഷ്ട്രീയ നയം. അതിൽ UDF-ൽ നിന്ന് LDF-ലേക്ക് ആരെങ്കിലും പോകുമോ, LDF-ൽ നിന്ന് UDF-ലേക്ക് ആരെങ്കിലും പോകുമോ, കക്ഷികൾ മാറുമോ എന്നുള്ളതൊന്നും BJPയെ സംബന്ധിച്ച് ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. അത് അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ മാത്രമാണ്. അവർക്ക് പോവുകയോ വരികയോ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇവരിലെല്ലാം അസംതൃപ്തരായിട്ടുള്ള ആളുകളുണ്ട്. ആ അസംതൃപ്തരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സീറ്റിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ലോക്സഭാ സീറ്റോ രാജ്യസഭാ സീറ്റോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. അവരെടുക്കുന്ന പല നിലപാടുകളിലും, ഇപ്പൊ UDF-നെ സംബന്ധിച്ച് അവരെടുക്കുന്ന പല നിലപാടുകളിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവർ BJPക്കൊപ്പം വരുന്ന ആളുകളാണ് പലരും. LDF-ൽ നിന്ന് എത്രയോ ആളുകൾ BJPയിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആരൊക്കെ ഉണ്ടോ അവരെല്ലാം BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഒപ്പം വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടക്കുന്ന യാത്രയിൽ എത്രയോ ആളുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്രയോ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാറി വരുന്ന ആളുകൾ, ചുമതലപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ, അവരെല്ലാവരും BJPക്കൊപ്പം വരാൻ തയ്യാറായിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വന്ന സമയത്ത് കേരളത്തിൽ എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ, വ്യത്യസ്ത മേഖലകളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അവർ BJPക്കൊപ്പം വരുന്ന സാഹചര്യമുണ്ടായി. അവർ BJPയുടെ വേദിയിൽ വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് മാറി മാറി ഭരിച്ചിട്ടുള്ള മുന്നണികൾ അവർ എടുത്തിട്ടുള്ള രാഷ്ട്രീയ നയം, ആ രാഷ്ട്രീയ നയത്തിന്റെ ഫലമായി കേരളത്തിലുണ്ടായിട്ടുള്ള അപകടം എന്താണ് എന്നുള്ളതും ഓരോ ആളുകളെ സംബന്ധിച്ചും വ്യക്തിപരമായും സംഘടനാപരമായും രാഷ്ട്രീയപരമായും അവർ നോക്കിക്കാണുന്നത് വികസനമാണ് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നേരത്തെയുള്ള കാലഘട്ടങ്ങളിൽ ജാതിമതി രാഷ്ട്രീയമെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിഘടിത രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ അവരെ പറഞ്ഞു പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യം പല കക്ഷികളും പയറ്റിയിട്ടുണ്ട്, മുന്നണികൾ പയറ്റിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതെല്ലാം തിരിച്ചറിയുന്ന ആളുകൾ, അതാത് സംഘടനകളിൽ പെട്ടിട്ടുള്ള ആളുകൾ, അവർ ആ സംഘടനകൾ വിടുന്ന സമയത്ത് സ്വാഭാവികമായും BJPക്കൊപ്പം വരുന്ന സാഹചര്യം പല ഘട്ടങ്ങളിലുമുണ്ട്. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ലീഗിനകത്ത് അസംതൃപ്തിയുണ്ട് എന്നറിയാത്തവരല്ല സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കന്മാരും രാഷ്ട്രീയ നിരീക്ഷകരൊന്നും. അവിടെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ശ്രീ K മുരളീധരൻ എന്തുകൊണ്ടാണ് ലീഗിന് കൂടുതൽ സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത്? അത് ലീഗിന് അർഹതയുണ്ട് എന്നുള്ള മാത്രമല്ല, UDF-നകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട്. അവർ പുറത്തു പറയുന്ന ആളുകളുണ്ട്, പുറത്ത് പറയാത്ത ആളുകളുണ്ട്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് അല്ലെങ്കിൽ UDF-ന്റെ വക്താവ്, അദ്ദേഹത്തിന് പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ UDF-ന്റെ പല നേതാക്കന്മാരും അത് പരസ്യമായി പറയുകയും ആ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ്. ഇപ്പൊ ലീഗിനെ സംബന്ധിച്ച് ലീഗ് ഇന്ന് ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ലീഗിന്റെ രാഷ്ട്രീയ നയമോ അവരുടെ ആഗ്രഹമോ അവരുടെ ഇടയിലുള്ള ആഗ്രഹമോ അതെല്ലാം അവർ ഉപേക്ഷിച്ചു എന്ന് നമുക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണേണ്ടതില്ല. അപ്പൊ അസംതൃപ്തരായിട്ടുള്ള വിഭാഗങ്ങൾ എല്ലാ മേഖലകളിലും രാഷ്ട്രീയത്തിൽ അതാത് മുന്നണികളിലുണ്ട്. അവരുടെ നിലപാടുകൾ പലപ്പോഴും ഇപ്പൊ രഞ്ജിത്ത്, നമ്മളിപ്പോ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കാത്ത ഒരു ഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോഴുള്ള പലപ്പോഴുമുള്ള രാഷ്ട്രീയം. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് അസ്പർശതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല. ഇപ്പൊ പല സംസ്ഥാനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇടതു മുന്നണിയും വലതു മുന്നണിയും പറയുന്ന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെല്ലാം ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും, കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ BJPക്കൊപ്പം എല്ലാ വിഭാഗം ആളുകളും വന്നിട്ടില്ലേ? ഗോവയിൽ ഞങ്ങളോടൊപ്പം ആളുകൾ വരുന്നില്ലേ? ആസാമിൽ ഞങ്ങളോടൊപ്പം ആളുകൾ വരുന്നില്ലേ? നാഗാലാൻഡിൽ വരുന്നില്ലേ? വ്യത്യസ്തമായിട്ടുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടുള്ള ആളുകൾ, അവരാണല്ലോ ഞങ്ങൾക്ക് അസ്പർശരായിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ഒരു ഭീതി പരത്താനാണല്ലോ ഇടതു വലതു മുന്നണിയും നിരന്തരമായി BJPക്കെതിരായിട്ടുള്ള രാഷ്ട്രീയം ചെയ്യുന്നത്.